ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കുക. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. ആദ്യം ചോദിക്കുന്നത് ആലിയനോടാണ്. ശരി ടീച്ചർ. ആലിയുടെ ഫാദർ എന്ത് വർക്ക് ചെയ്യുന്നു? എൻ്റെ ഫാദർ ഗൾഫിലാണ് ടീച്ചർ. ഓക്കെ. അടുത്തത് അനിത പറയൂ. അനിതയുടെ അച്ഛൻ എന്ത് വർക്ക് ചെയ്യുന്നു? എൻ്റെ അച്ഛൻ പോലീസാണ് ടീച്ചർ. അടുത്തത് സോഫിയ പറയൂ. എൻ്റെ ഡാഡി വക്കീലാണ് ടീച്ചർ. ചിഞ്ചു പറ. മൈ ഡാഡി ഡോക്ടർ. ഓക്കെ. അടുത്തത് ചിങ്കിരി പറയൂ. പറയൂ മോളെ. അയ്യോ, എന്തിനാ മോളെ കരയുന്നത്? മടിക്കാതെ പറയൂ മോളെ. എന്നാൽ പിന്നെ ചിഞ്ചുമോള് ഇവിടെ വരൂ. പറയൂ ചിഞ്ചുമോളെ, മോൾ എന്തിനാ കരയുന്നത്? ടീച്ചർ, എൻ്റെ അച്ഛന് കൂലിപ്പണിയാണ് ടീച്ചർ. അത് കുഴപ്പമില്ല മോളെ. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും നല്ലോണം പഠിക്കുന്ന കുട്ടി ചിഞ്ചുമോളാണ്. ചിഞ്ചുമോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ചിഞ്ചുമോളും നാളെ നല്ല മാർക്ക് വാങ്ങി പഠിച്ച് നല്ല ഡോക്ടറും വക്കീലും ഒക്കെ ആകും. കരയട്ട. ഓക്കെ. ശരി ടീച്ചർ. എന്നാൽ പോയിരിക്കൂ സീറ്റിൽ. എന്താ ശാന്തേ, ഇനിയും ചിഞ്ചുമോളെ കാണാനില്ലല്ലോ സ്കൂൾ വിട്ടിട്ട്? അതേ ചേട്ടാ, ഒന്ന് പോയി നോക്കുവോ? മോൾക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഒരു 5 നിമിഷം കൂടി നോക്കാം. എന്നിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആ ശരി ചേട്ടാ. അതാ വരുന്നുണ്ട് സാധേ, നമ്മുടെ ചിഞ്ചുമോൾ. ആവോ ദൈവമേ, എൻ്റെ മോൾ എത്തിപ്പോയി. മോൾ കരഞ്ഞിട്ട് വരുന്നത് മാതിരി ഉണ്ടല്ലോ സാന്തേ. എന്താണെന്ന് അറിയില്ല. എന്താ മോളെ, എന്തു പറ്റി തനിക്ക്? പറയൂ മോളെ. അമ്മേ, ഇന്ന് സ്കൂളിൽ ടീച്ചർ എല്ലാവരുടെയും അച്ഛന്മാരുടെ ജോലി എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും വക്കീല്, ഡോക്ടർ, എഞ്ചിനീയർ എന്നെല്ലാം പറഞ്ഞു. നമ്മുടെ അച്ഛന് മാത്രം ഞാൻ കൂലിപ്പണി എന്ന് പറഞ്ഞു. എന്താ അമ്മേ നമ്മുടെ അച്ഛന് കൂലിപ്പണിയായത്? അതെന്താണെന്ന് അറിയുമോ മോളെ? നമ്മളുടെ അച്ഛന് അമ്മയും അച്ഛനും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അച്ഛനെ ആരും പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് നമ്മുടെ അച്ഛനക്ക് ജോലി കിട്ടാണ്ടായത്. അതാണ് നമ്മുടെ അച്ഛൻ കൂലിപ്പണി ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മോൾക്ക് ഇന്ന് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലോ മോളിനെ അച്ഛൻ പഠിപ്പിച്ച് വലിയൊരു ജോലിക്കാരത്തിയാക്കും. എൻ്റെ മോൾ വിഷമിക്കരുത് കേട്ടോ. എന്നാൽ അച്ഛനും മകളും അകത്തേക്ക് വരൂ, നമ്മൾക്ക് ഭക്ഷണം കഴിക്കാം. നമ്മുടെ മകൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തു ശാന്ത. ശരി, വരൂ, എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നാൽ മമ്മി, ഞാൻ പോയി വരാം. എന്തായാലും എനിക്ക് എയർപോർട്ടിൽ ജോലി കിട്ടിയത് എൻ്റെ കൂട്ടുകാരും എല്ലാവരെയും പോയി ഒന്ന് കണ്ട് വിവരങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വരാം. ഹായ് ചിങ്കിരി, ഹൗ ആർ യു? ഐ ആം ഫൈൻ ആലിയ. വാ ഇരിക്ക്. ആ ശരി. ആലിയ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ വാപ്പച്ചിൻ്റെ കൂടെ ഒമാനിൽ സെറ്റിലായി. ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഹായ്, കുഴപ്പമില്ലല്ലോ. എന്നാൽ ഞാൻ വരാം. പോകുന്ന വഴിക്ക് എനിക്ക് അനിതയെയും ചിഞ്ചുവിനെയും ഒന്ന് കാണണം. എന്നാൽ ശരി ചിങ്കിനി, ബൈ. എന്നാൽ ചിഞ്ചു ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പൈലറ്റാണ്. സന്തോഷം. എന്നാൽ ശരി, വരാം. അയ്യോ, മഴ പെയ്യുന്നു. ഇനി സോഫിയുടെ അടുത്തേക്ക് ചിഞ്ചുവിൻ്റെ അടുത്തേക്ക് പിന്നൊരു ദിവസം പോകും. എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരാണെങ്കിലും എന്നെ പഠിപ്പിച്ചു നല്ല ജോലിയിലാക്കി. ഇനി എൻ്റെ ലക്ഷ്യം എൻ്റെ അച്ഛനെയും അമ്മയെയും പൊന്നുപോലെ നോക്കുകയും അവർക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കുകയുമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ.